ന്യൂമിക്സ് ലേണിംഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തങ്ങളും വരകളും സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിലെ 2 കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസുമാണ് ചെയ്തത്. ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 4 കൺസെപ്റ്റുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 6 മെയിൻ പോയിന്റ്സ് ആണുള്ളത്. അതിൽ 2 നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2 കൺസെപ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. 4 ടോപ്പിക്കാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 4 ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇതുവരെ അത് മനസ്സിലാവാത്തൊരു കുട്ടിക്ക് പോലും ഈ ഒരു ക്ലാസ് കണ്ടാൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബഹുഭൂരിഭാഗം ടോപ്പിക്സും മനസ്സിലാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും ഉണ്ടാവണം. നോട്ട്സ് നിങ്ങൾ കൃത്യമായി എഴുതുകയും ചെയ്യണം. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ കീ കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 4 കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ കൺസെപ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, എന്താണ്? ഞാനൊരു ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ചിത്രം? എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ AB എന്ന് പറയുന്ന ഒരു കോഡ്, ഒരു ഞാനുണ്ട്. CD എന്ന് പറയുന്ന മറ്റൊരു കോഡുണ്ട്. AB എന്ന് പറയുന്ന കോഡ് ഇങ്ങനെ സർക്കിളിന്റെ പുറത്തേക്ക് നീണ്ടു പോയി P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അതേപോലെ CD എന്ന് പറയുന്ന ഞാന് ഇങ്ങനെ നീട്ടി അതേ P എന്ന് പറയുന്ന ബിന്ദുവിലും കൂട്ടിമുട്ടി. റെഡി? അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് 2 ഞാനുകളും 2 കോഡുകളും പരസ്പരം കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് P എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഈ ചാപ്റ്ററിൽ P എന്ന് പറയുന്ന പോയിന്റ് ഉപയോഗിക്കുന്നത് 2 ഞാനുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. ഇത് 2 സ്ഥലങ്ങളിലാണ് കൂട്ടിമുട്ടുക. ഒന്ന് വൃത്തത്തിനകത്ത് അല്ലെങ്കിൽ വൃത്തത്തിന് പുറത്ത്. വൃത്തത്തിനകത്ത് കൂട്ടിമുട്ടിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PA × PB = PC × PD. അത് വൃത്തത്തിനകത്ത് കൂട്ടിമുട്ടുമ്പോൾ കഷ്ണം × കഷ്ണം കഷ്ണം × കഷ്ണമാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിന്റെ നേരെ ബാക്കിയാണ്. ഇവിടെ 2 ഞാനുകളും കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? വൃത്തത്തിന് പുറത്താണ്. എവിടെ കൂട്ടിമുട്ടുന്നു എന്നുള്ളത് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ 2 കോഡ്, 2 ഞാന് കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? വൃത്തത്തിന് പുറത്താണ്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള നീളങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ പറയാണ് PA × PB = PC × PD. അപ്പൊ സാറെ നേരത്തെ പറഞ്ഞതും PA × PB ആണല്ലോ, PC × PD ആണല്ലോ. ഇപ്പോഴും പറയുന്നു PA × PB = PC × PD ആണല്ലോ. നേരത്തെ വൃത്തത്തിന്റെ അകത്താണ് കൂട്ടിമുട്ടിയത്. ഇപ്പൊ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? വൃത്തത്തിന് പുറത്താ. പക്ഷെ പറയുമ്പോ രണ്ടും PA × PB = PC × PD ആണെങ്കിലും ഇവിടുത്തെ P എന്താ? ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. ആദ്യത്തെ PA × PB = PC × PD എന്തായിരുന്നു? കഷ്ണം ഇൻറ്റു കഷ്ണം സമം. എങ്ങനെയായിരുന്നു? കഷ്ണം ഇൻറ്റു കഷ്ണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, വൃത്തത്തിന് പുറത്താണ്. സർക്കിളിന്റെ ഔട്ട് സൈഡിലാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണമാണ്. അതായത് PA × PB = PC × PD. ഒന്ന് പറഞ്ഞ PA × PB = PC × PD ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ പറയാണ് PA × PB = PC × PD. സെറ്റാണോ? റെഡിയാണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് പുറത്താണ്. ഇവിടെ PA × PB = PC × PD. ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണമാണ്. റെഡിയല്ലേ? അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞു, ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ഇനി നേരെ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് അടുത്ത കൺസെപ്റ്റ്? ഇവിടെയും ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെയും ഒരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിൽ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഈ കോഡിന്റെ പ്രത്യേകത എന്താ? ഈ കോഡ് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ദി സർക്കിൾ. വൃത്തകേന്ദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇത് വ്യാസമാണ്, ഡയമീറ്റർ ആണ്. രണ്ടാമത്തെ ഒരു ഞാന് ഈ ഒന്നാമത്തെ കോഡിനെ മുറിച്ച് കിടക്കുന്നുണ്ട്. ആ മുറിച്ച് കിടക്കുന്ന പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? P എന്ന് പേര് കൊടുത്തു. ഈ പോയിന്റിന് X എന്നും ഈ പോയിന്റിന് Y എന്നും പേര് കൊടുത്തു. സെറ്റ് ആണല്ലോ? റെഡി? ഇതിലൊന്ന് നോക്കിക്കേ. ഇവിടെ P എവിടെയാ കിടക്കുന്നത്?
ഇവിടെ പി എവിടെയാണ് നടക്കുന്നത്? വൃത്തത്തിനകത്താണ് അല്ലെ? എവിടെയാണ് രണ്ട് ഞാളുകളും രണ്ട് കോടുകളും കൂട്ടിമുട്ടുന്നത്? വൃത്തത്തിനകത്താ. അങ്ങനെയെങ്കിൽ വൃത്തത്തിനകത്താണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ ഇക്വേഷൻ എന്താ? കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. അകത്താണെങ്കിൽ കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. പുറത്താണെങ്കിലോ ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. സെറ്റ് അല്ലേ? ഇത് അകത്താണ്. അപ്പൊ കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. റെഡി? എടാ ഇവിടെ ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ട്, അത് മാഷൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും പിയിലേക്ക്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും രണ്ട് കോഡും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റായ പിയിലേക്കുള്ള അകലം, ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് കൊടുക്കണം. റെഡി? ഇനി ഒന്ന് നോക്കിക്കേ. വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക്, സെന്ററിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരക്കുന്ന വരയെ നമ്മൾ എന്ത് പറയും? റേഡിയസ് എന്ന് പറയും. റെഡി? ക്ലിയർ ആണല്ലോ? അപ്പോ ഒന്ന് പറഞ്ഞ്, ഇവിടം മുതൽ ഇവിടം വരെ റേഡിയസ് ആണ് ആർ. ഈ സെന്ററിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പോയിന്റിന് നമ്മൾ എന്ത് കൊടുത്തു? ഡി കൊടുത്തു. ഡിസ്റ്റൻസ് ഫ്രം സെന്റർ കേന്ദ്രം മുതൽ പി വരെ. പി എന്താ? രണ്ടെണ്ണം കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. എടാ അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ, ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എടാ ഇത് ടോട്ടൽ എത്രയായിരിക്കും? ഇത് റേഡിയസ് അല്ലേ, ആരമല്ലേ? ഇതാ കേന്ദ്രത്തിൽ നിന്നും ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ്? റേഡിയസ് ആണ്. അതിന് ഈ ഭാഗം എത്ര പോയി? ഈ ഭാഗം എത്ര പോയി? ഡി പോയി. അപ്പൊ ഇത് ടോട്ടൽ ആർ റേഡിയസ് ആണ്. ഇത് ഡി കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? ആർ മൈനസ് ഡി. സെറ്റ് ആണോ? ഇതുവരെ ക്ലിയർ ആണോ? റെഡി? അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാ. എന്താ ഇക്വേഷൻ? കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. പറഞ്ഞേ, എന്താ കഷ്ണം ഇൻറ്റു കഷ്ണം? പി എക്സ് ഇൻറ്റു പി വൈ. പി എക്സ് ഇൻറ്റു പി വൈ സമം. എടാ ഈ കഷ്ണം എത്രയാണ്? ഈ കഷ്ണം എത്രയാണ്? ആർ പ്ലസ് ഡി ആണല്ലേ? ഇത് മുതൽ ഇതുവരെ ആർ ആണ്, ഇത് മുതൽ ഇതുവരെ ഡി ആണ്. അങ്ങനെയെങ്കിൽ ഈ കഷ്ണം എന്താണ്? ആർ പ്ലസ് ഡി ആണ്. ഇൻറ്റു എടാ ഈ ഭാഗം എത്രയാണ്? ഈ ഭാഗം എത്രയാണ്? ആർ മൈനസ് ഡി ആണ്. എഴുതി ആർ മൈനസ് ഡി. സെറ്റാണോ? സെറ്റാണോ? അങ്ങനെയെങ്കിൽ അടുത്തതൊന്ന് പറഞ്ഞേ, പി എക്സ് ഇൻറ്റു പി വൈ സമം പി എക്സ് ഇൻറ്റു പി വൈ സമം ഇതേതാ? ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി. ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് സി. ഇത് ഏത് രൂപത്തിലാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എടാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതായത് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഫോർമുല കിട്ടി. എന്താ അടുത്ത ഫോർമുല? പി എക്സ് ഇൻറ്റു പി വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. എന്താ പി എക്സ്? കഷ്ണം. എന്താണ് പി വൈ? അതേ ഞാനിന്റെ അടുത്ത കഷ്ണം. എന്താണ് ആറ്? റേഡിയസ് ആണ്, ആരമാണ്. എന്താണ് ഡി? എന്താണ് ഡി? ഡി എന്താണ്? കേന്ദ്രത്തിൽ നിന്നും കൂട്ടിമുട്ടുന്ന പോയിന്റായ പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഡയമീറ്റർ അല്ല മക്കൾ, ശ്രദ്ധിക്കണം. കേന്ദ്രത്തിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡി എന്ന് പറയാ. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എടാ ഇവിടെ രണ്ടെണ്ണം കൂട്ടിമുട്ടിയത് എവിടെയായിരുന്നു? സർക്കിളിനകത്തായിരുന്നു. ഇവിടെ രണ്ടെണ്ണം കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? സർക്കിളിന് പുറത്താണ്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഒരു കോഡ് അതിങ്ങനെ നീട്ടി പിയിൽ കൂട്ടിമുട്ടി. രണ്ടാമത്തെ ഒരു കോഡ് ഇങ്ങനെ നീണ്ട് അതെവിടെ കൂട്ടിമുട്ടി? പിയിൽ കൂട്ടിമുട്ടി. ഈ പി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിനകത്താണോ പുറത്താണോ? പറഞ്ഞേ, സർക്കിളിന് പുറത്താ. അങ്ങനെയെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്താ? കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണമാണോ? അല്ല. എന്താണ്? അത് അകത്താണെങ്കിലാണ്. ഇത് പുറത്താ. അപ്പൊ ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. ഒന്നുകൂടി പറഞ്ഞേ, ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. റെഡിയല്ലേ? അപ്പൊ നമ്മൾ ഇതില് കഷ്ണങ്ങളുടെ ഒക്കെ നീളം കാണാൻ പോകും. ഒന്ന് പറഞ്ഞേ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? സെന്ററിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഡി എന്ന് കൊടുക്കുക. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ്. സെറ്റാണോ? ഇനി അടുത്തത്, എടാ സെന്ററിൽ നിന്നും സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താ കൊടുക്കുക? ആർ ആണ് കൊടുക്കുക, റേഡിയസ്. ഇനി എന്റെ മക്കളൊന്ന് പറഞ്ഞേ, ഇത് മുതൽ ഇതുവരെ ഡി ആണ്. ശ്രദ്ധിച്ചേ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? ഡി ആണ്. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? ഈ മാർക്ക് ചെയ്ത ഭാഗം എത്രയായിരിക്കും? റേഡിയസ് ആയിരിക്കും. എടാ ഇത് ടോട്ടൽ ഡി ആണ്. ഇവിടുന്ന് റേഡിയസ് പോയാൽ
ബാക്കി ഈ കഷ്ണത്തിന്റെ നീളം എത്രയായിരിക്കും? ഒന്നുകൂടി പറയാം, ഇത് ടോട്ടൽ ഡി ആണ്. അവിടുന്ന് ഈ ഭാഗമായ റേഡിയസ് പോയാൽ ബാക്കി ഈ കഷ്ണത്തിന്റെ നീളം എന്തായിരിക്കും? ഡിയിൽ നിന്നും 6 മൈനസ് ചെയ്തത് എന്താ കിട്ടി? ഡി മൈനസ് 6. ഒന്നുകൂടി പറയാം, എന്താ നമുക്ക് കിട്ടി? ഇതാ ഈ കാണുന്ന ഭാഗമാണ് എന്ത്? ഡി മൈനസ് 6. ഇതാ ഇത്രേ ഉള്ളൂ. ഈ കഷ്ണത്തിന്റെ മാത്രം നീളം എന്താണ്? ഡി മൈനസ് 6 ആണ്. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതാണ്. എന്താ ഇക്വേഷൻ? ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞേ, ഫുൾ ഇൻറ്റു കഷ്ണം എന്താ? ഫുള്ള് പി എക്സ് ഇൻറ്റു അല്ലേ, ഫുൾ ഇൻറ്റു കഷ്ണം പി എക്സ് ഇൻറ്റു കഷ്ണം എത്രയാണ്? പി വൈ സമം പി എക്സ് ഇൻറ്റു പി വൈ സമം. എടാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫുൾ എന്താ? ഫുൾ ഇൻറ്റു കഷ്ണം സമം ഇവിടുത്തെ ഫുൾ എന്താ? ഇത് മുതൽ ഇതുവരെ ഡി ആണ്, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മൾ എന്തെഴുതി? ഡി പ്ലസ് 6 എന്ന് എഴുതി. റെഡിയാണോ? ഇതിന്റെ ഫുള്ള് ലെങ്ത് എത്രയാണ്? ഇവിടം വരെ ഡി ആണ്, ഇവിടം വരെ 6 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? ഡി പ്ലസ് 6 ആണ്. അപ്പൊ ഫുൾ ഇൻറ്റു കഷ്ണം, ഇവിടുത്തെ കഷ്ണം എത്രയാണ്? ഡി മൈനസ് 6 ആണ്. അപ്പൊ പി എക്സ് ഇൻറ്റു പി വൈ സമം ഡി പ്ലസ് 6 ഇൻറ്റു ഡി മൈനസ് 6. ഒന്നുകൂടി വൃത്തിക്ക് എഴുതിയാൽ പി എക്സ് ഇൻറ്റു പി വൈ സമം ഡി പ്ലസ് 6 ഇൻറ്റു ഡി മൈനസ് 6 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് അടുത്ത ഫോർമുല കിട്ടി. എന്താ അടുത്ത ഫോർമുല? പി എക്സ് ഇൻറ്റു പി വൈ സമം ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഒന്നുകൂടി പറഞ്ഞേ, ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എടാ പോയിന്റ് വൃത്തത്തിന് പുറത്താണെങ്കിൽ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. പോയിന്റ് വൃത്തത്തിനകത്താണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ഒരു കാരണവശാലും മറക്കരുത്. പോയിന്റ് വൃത്തത്തിനകത്താണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയറും, പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയറുമാണ്. ഇനി പോയിന്റ് പുറത്താണെങ്കിൽ ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. പോയിന്റ് അകത്താണെങ്കിലോ പി അകത്താണെങ്കിലോ കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. മറക്കരുത്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൺസെപ്റ്റിലേക്ക് പോവാണ്. ഇത് കഴിഞ്ഞാൽ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ആവും. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ടൈം ഉണ്ടാവും, പക്ഷെ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഈ ചാപ്റ്റർ ഫുള്ള് നിങ്ങൾക്ക് പഠിക്കും, ഫുള്ള് നിങ്ങൾക്ക് മനഃപ്പാഠമാകും, ഫുള്ള് നിങ്ങൾക്ക് സെറ്റ് ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ക്ഷമിച്ചിരിക്കുക. വേറെ നിവൃത്തിയൊന്നുമില്ല അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ് ആണ്. മാർച്ച് മാസം വരും, മാർച്ച് മാസം സംഭവിക്കും. മാർച്ച് 5-ാം തീയതി ആകും, പരീക്ഷ ഉണ്ടാവും. പരീക്ഷ നമ്മൾ എഴുതേണ്ടി വരും. 2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. ഒരു 3 മാസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും, മാർക്ക് വാങ്ങിയാലും മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും ഇത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. മാർച്ച് 5 വരും എന്നുള്ളത് തീർച്ചയാണ്. ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെറുതെ നമ്മൾ കളിച്ച് വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുതില്ലേ? ഒഴുകുന്ന പുഴ പോലെയാണ് സമയം എന്നാ. ഒഴുകുന്ന പുഴയിൽ നമ്മൾ ഒരു വെള്ളത്തെ തൊട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തെ പിന്നെ നമുക്ക് തൊടാൻ പറ്റും. അത് പോയി. ആ വെള്ളം ആ ടൈമിൽ അവിടെ വന്നു, അത് പോയി. ആ വെള്ളം, ആ ഡ്രോപ്പ്, ആ ഒരു തുള്ളിയെ നമുക്ക് പിന്നെ സ്പർശിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന സമയം കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതോടുകൂടി ഈ സമയം കഴിഞ്ഞു. ഈ സമയം ഇനി എനിക്കോ നിങ്ങൾക്കോ തിരിച്ചു കിട്ടില്ല. ആ സമയം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഏതിനാന്ന് ചോദിച്ചാൽ ടൈം ആൻഡ് ഫോക്കസ്. ആർക്കും ഫോക്കസ് ഇല്ല. ഒരു 10 മിനിറ്റ് അടങ്ങിയിരിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോഴേക്കും ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മളെല്ലാവരും. ഡിസ്ട്രാക്ഷൻസ് പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ പല ചിന്തകളാണ് മനസ്സിൽ. നമ്മൾ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നില്ല. നമുക്കൊരു ഫുൾഫിൽനെസ്, ഒരു തൃപ്തി കിട്ടുന്നില്ല. ഹാപ്പിയാണോ ചോദിച്ചാൽ അല്ല. ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ക്ഷമയുണ്ടോ? ഇല്ല. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതുമില്ല. അപ്പൊ മൊത്തത്തിൽ അത്തരം ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിടിച്ചു നിർത്തേണ്ടത് നമ്മളാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ചിന്തകളെ എല്ലാം പിടിച്ചു നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരാളും നമുക്ക് രക്ഷകനായി വരില്ല. അതുകൊണ്ട് ഫോക്കസ് യുവർ കരിയർ.
ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ് അല്ലെ? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ലാസ്റ്റ് ടോപ്പിക്? ലാസ്റ്റ് കൺസെപ്റ്റാണ്. എന്താ? ഇവിടെ പി പുറത്താണ്. ഇവിടെ ഉള്ളത് തൊടുവരയാണ്, ടാൻജന്റ് ആണ്, കോഡല്ല, ഞാണല്ല, ഒരു ടാൻജന്റ്. ഇത്രയും നേരം നമ്മൾ കളിച്ചത് ഏതുകൊണ്ടാ? തൊടുവരയല്ല, എന്താന്ന് പറയാ, ഞാണ് കൊണ്ടാണ് അല്ലെ? കോഡ് കൊണ്ടാണ് നമ്മൾ കളിച്ചത്. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരെന്താണ്? തൊടുവരയാണ്, ടാൻജന്റ് ആണ്. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കേ. പോയിന്റ് പുറത്താ, ഫുൾ ഇൻറ്റു കഷ്ണം സമം അല്ലെ? ഫുൾ ഇൻറ്റു കഷ്ണം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് പേര് കൊടുക്കാണ്. ഈ പോയിന്റിന് ഞാൻ എക്സ് എന്നും ഈ പോയിന്റിന് ഞാൻ വൈ എന്നും പേര് കൊടുത്തു. റെഡി? ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്കുള്ള അകലത്തെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കണം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഡി ആണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള അകലത്തിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കണം? ഡി ആണ്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അറിയാലോ അല്ലേ? ഇനി ഈ കാണുന്ന സാധനം എന്താ? വൃത്തത്തെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് ആണ്, ആരമാണ്. ഇവിടെ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? എടാ നിങ്ങളൊന്ന് പറഞ്ഞേ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആണ്. നമുക്ക് ഹൈപ്പോടെന്യൂസ് ഉണ്ട്, കർണമുണ്ട്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കർണം, ഹൈപ്പോടെന്യൂസ് ഉണ്ട്. ഇത് ബേസ് ആയിട്ട് എടുത്തു, പാദമായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ലംബം, അൾട്ടിറ്റ്യൂഡ് ഒന്ന് പറഞ്ഞേ. പി ടി സ്ക്വയർ സമം എന്താന്ന് പറഞ്ഞേ? പി ടി എവിടെ? പി ടി സ്ക്വയർ സമം എന്താ? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ നമുക്കുള്ളത് ഏതാ? ഇതേതാ? ലംബമാണ്, അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് ആയ ഡി സ്ക്വയർ മൈനസ് പാദമായ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഈ കാണുന്ന സാധനത്തിന്റെ ലെങ്ത് നമുക്ക് എന്താ കിട്ടിയത്? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. റെഡി? അപ്പൊ നമ്മൾ ഇവിടെ പുതിയൊരു ഇക്വേഷൻ പഠിക്കുകയാണ്. എന്താണ്? പി എക്സ് ഇൻറ്റു പി വൈ സമം പി ടി സ്ക്വയർ ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫുൾ ഇൻറ്റു കഷ്ണം സമം ഇവിടെയുള്ള ടാൻജന്റിന്റെ തൊടുവരയുടെ സ്ക്വയർ ആണ്. പി എക്സ് ഇൻറ്റു പി വൈ സമം ഇവിടെയുള്ള ടാൻജന്റ് ആയ പി ടിയുടെ സ്ക്വയർ ആണ്. ഒരു കാരണവശാലും മറക്കരുത്. സെറ്റ് അല്ലേ? ഇത് ടാൻജന്റ് ആണ്, നേരത്തെ വരച്ചതൊക്കെ കോഡായിരുന്നു. ഇനി ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. പി എക്സ് ഇൻറ്റു പി വൈ സമം, എടാ പി ടി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് അടുത്തൊരു ഫോർമുലയും കിട്ടി. അപ്പൊ മൊത്തം ഈ ചാപ്റ്ററിൽ 6 ഫോർമുലയാണുള്ളത്. ഒന്നാമത്തെ ഫോർമുല നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ആ പി എവിടെയായിരിക്കണം? വൃത്തത്തിനകത്തായിരിക്കണം. കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. രണ്ടാമത്തത് വൃത്തത്തിനകത്ത് തന്നെയാണ്, പക്ഷെ ഒന്നാമത്തത് വ്യാസം ഡയമീറ്റർ ആണ്, രണ്ടാമത്തത് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ, ആ വ്യാസത്തിന് ലംബമായിരിക്കണം. അങ്ങനെയെങ്കിൽ പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ ആണ്. റെഡി? ഇന്നിന് നമ്മൾ പഠിച്ചത് എന്താ? വൃത്തത്തിന് പുറത്താണ്. എന്താണ്? വൃത്തത്തിന് പുറത്താണ് പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. റെഡി? നേരെ അപ്പുറത്തേക്ക് പോയി. ഇത് വ്യാസമാണ്, ഇത് ഡി ആണ്. അങ്ങനെയെങ്കിൽ കഷ്ണം ഇൻറ്റു കഷ്ണം സമം കഷ്ണം ഇൻറ്റു കഷ്ണം. എടാ നമ്മൾ പഠിച്ചു പി എക്സ് ഇൻറ്റു പി വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. പോയിന്റ് വൃത്തത്തിനകത്താണെങ്കിൽ, പി വൃത്തത്തിനകത്താണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇത് വൃത്തത്തിന്റെ പുറത്താണെങ്കിലോ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. അവിടെ കഷ്ണം ഇൻറ്റു കഷ്ണമല്ല, ഫുൾ ഇൻറ്റു കഷ്ണം സമം ഫുൾ ഇൻറ്റു കഷ്ണം. റെഡി? നേരെ അപ്പുറത്തേക്ക് നമ്മൾ തൊടുവരയിലേക്ക് പോയി. ഫുൾ ഇൻറ്റു കഷ്ണം സമം തൊടുവരയുടെ സ്ക്വയർ, ടാൻജന്റിന്റെ സ്ക്വയർ. സെറ്റ് അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി വെരി സിമ്പിൾ. ഒന്ന് നോക്കിക്കേ. ചിത്രം കാണുന്നുണ്ടോ? ചിത്രം കാണുന്നുണ്ടോ? ഉണ്ടാവും. എന്താ? ഇൻ ദി പിക്ചർ എ ലൈൻ ഫ്രം സെന്റർ ഓഫ് ദി സർക്കിൾ cuts a chord into 2 parts. What is the radius of the circle? നമുക്ക് കാണേണ്ടത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. ഒന്ന് നോക്കിക്കേ, ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. സെന്ററിൽ ഒരു വര ഇങ്ങനെ പോകുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ 2 ഞാനുണ്ടോ, 2 കോഡുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. അതിനുവേണ്ടി ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ പി എന്ന് പേര് കൊടുക്കാം. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് എന്താ പേര് കൊടുത്തത്? പി എന്ന് കൊടുത്തു. എടാ ശരിക്കും ഇവിടെ ഒരു കോഡ് ഉണ്ട്. ഒന്ന് നോക്കിയേ, ഈ കോഡ് ഇവിടെ ഉണ്ട്. ഇതാ ഇങ്ങനെ പോകുന്ന ഒരു കോഡ് ഇവിടെ ഉണ്ട്.
നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ഒന്ന് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഡി തന്നിട്ടുണ്ട്. ഈ കാണുന്ന സാധനമാണെന്ത് ഡി, 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് നോക്കിക്കേ, പിന്നെ തന്നത് എന്താ, കഷ്ണം ഇൻറ്റു കഷ്ണം തന്നിട്ടുണ്ട്, പോയിന്റ് അകത്ത. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ നിങ്ങളൊന്ന് പറഞ്ഞ്, വൃത്തത്തിനകത്താണ് പോയിന്റ്, നമ്മുടെ കയ്യിൽ ഡി ഉണ്ട്, നമുക്ക് എന്ത് കാണണം, റേഡിയസ് കാണണം. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞേ പി എക്സ് ഇൻറ്റു പി വൈ സമം, പോയിന്റ് വൃത്തത്തിനകത്താണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. പോയിന്റ് വൃത്തത്തിനകത്താണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇനി പി എക്സ് ഇൻറ്റു പി വൈ എന്താ, പി എക്സും പി വൈ എന്താ, പി എക്സും പി വൈ എന്താ, കഷ്ണം ഇൻറ്റു കഷ്ണമാണ് പി എക്സും പി വൈയും. എടാ കഷ്ണം ഇൻറ്റു കഷ്ണം പറഞ്ഞേ, 3 ഇൻറ്റു 1 സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. എത്രയാ, ഡി എത്രയാ, സെന്ററിൽ നിന്നും പിയിലേക്കുള്ള അകലം, ഡിസ്റ്റൻസ് എത്രയാണ്, 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2 സ്ക്വയർ. സെറ്റ് ആണോ, ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ 3 ഇൻറ്റു 1 3 ആണ് സമം ആർ സ്ക്വയർ മൈനസ് 4 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്, 4 ആണ്. ഈ -4 ഒന്ന് നോക്കിക്കേ, ഈ -4 ഇപ്പുറത്തേക്ക് പോരുമ്പോൾ എന്താകും, +4 ആകും. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാണ് 3 + 4 സമം ആർ സ്ക്വയർ. ആർ സ്ക്വയർ സമം 3 + 4 എത്രയാണ്, 7 ആണ്. ആർ സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എത്ര കിട്ടി, √7 കിട്ടി. സെറ്റ് അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇക്വേഷൻ പി എക്സ് ഇൻറ്റു പി വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി, പോയിന്റ് വൃത്തത്തിനകത്താ, ഡി തന്നിട്ടുണ്ട്. പോയിന്റ് വൃത്തത്തിനകത്താണ്, ഡി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കഷ്ണം ഇൻറ്റു കഷ്ണം സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി √7. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു കോഡ് തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. എങ്ങനെ ഇത് ഡി ആണെന്ന് മനസ്സിലാകുക? എടാ കേന്ദ്രത്തിൽ നിന്നും ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്കുള്ള വര എന്ത് തന്നെയാണ്, ഡി തന്നെയാണ്. ഇവിടെയും കൂട്ടിമുട്ടുന്ന പോയിന്റ് വൃത്തത്തിനകത്ത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ പോയിന്റിന് നമ്മൾ പി എന്ന് കൊടുത്തു. ആ പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുത്തു, പി എന്ന് കൊടുത്തു. ഇനി ഒന്ന് നോക്കിക്കേ എന്താ കാണേണ്ടത്, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് 2 പാർട്സ് ഓഫ് ദി കോഡ്. എടാ ഈ കോഡിന്റെ 2 പാർട്ട്, മൊത്തം ലെങ്ത് 4.5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്ര, എങ്ങനെ മൊത്തം ലെങ്ത് 4.5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലെങ്ത് എത്ര, കഷ്ണം ഇൻറ്റു കഷ്ണം, 2 കഷ്ണങ്ങളും എത്രയാണെന്ന് കാണണം. നിങ്ങൾ പറഞ്ഞ് ഇക്വേഷൻ പറഞ്ഞ് എന്താ, പോയിന്റ് സർക്കിളിനകത്താണ്, ഡി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, പി എക്സ് ഇൻറ്റു പി വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. പി എക്സ് ഇൻറ്റു പി വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. എടാ ഇത് ടോട്ടൽ ഒന്ന് നോക്കിക്കേ, ഇത് ടോട്ടൽ 4 സെന്റിമീറ്റർ, 4.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തിന് ഞാൻ എക്സ് അങ്ങ് കൊടുത്തു, ഒരു കഷ്ണത്തിന് എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കഷ്ണത്തിലായിരിക്കും 4.5 മൈനസ് എക്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? എടാ 2 കൂടി കൂട്ടിയാൽ 4.5. ഒരു ഭാഗം എക്സ് ആണെങ്കിൽ മറ്റേ ഭാഗത്തിലായിരിക്കും 4.5 എക്സ് കുറച്ചത്, അതാണ് 4.5 മൈനസ് എക്സ്. ഇനി റേഡിയസ് തന്നിട്ടുണ്ടോ? റേഡിയസ് ഈ കാണുന്ന വര, വെറുതെ ഒരു വര. ആ വരക്ക് ഈ ചിത്രവുമായിട്ടുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ റേഡിയസ് തരാൻ വേണ്ടി ഒരു വര, അത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാണ് പി എക്സ് ഇൻറ്റു പി വൈ. എടാ പി എക്സ് ഇൻറ്റു പി വൈ കഷ്ണം ഇൻറ്റു കഷ്ണമാണ്. അപ്പൊ പി എക്സ് ഇൻറ്റു പി വൈ എക്സ് ഇൻറ്റു 4.5 മൈനസ് എക്സ് സമം റേഡിയസ് എത്രയാണ്, 3 ആണ്. റേഡിയസ് എത്രയാണ്, 3 സ്ക്വയർ മൈനസ് ഡി എത്രയാണ്, 2 സ്ക്വയർ. സെറ്റ് ആണോ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടിയെന്നും എക്സ് എങ്ങനെ കൊടുത്തു എന്നും, ഒരു ഭാഗത്ത് എക്സ് കൊടുത്തപ്പോൾ മറ്റേ ഭാഗം എത്ര കിട്ടിയെന്നും സെറ്റ് ആണോ? അങ്ങനെയെങ്കിൽ അടുത്തത് അകത്തേക്ക് ഗുണിക്കുക, എക്സ് ഇൻറ്റു 4.5 മൈനസ് എക്സ് ഇൻറ്റു എക്സ്. ചെയ്യല്ലേ? ഒന്ന് പറഞ്ഞ് എക്സ് ഇൻറ്റു 4.5 എന്താ, 4.5 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്താ, എക്സ് സ്ക്വയർ സമം 3 സ്ക്വയർ 9 ആണ് മൈനസ് 2 സ്ക്വയർ എത്രയാണ്, 4 ആണ്. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിതൊന്ന്, ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഇത് ഓർഡറിലല്ല.
എപ്പോഴും എക്സ് സ്ക്വയറിനെ ആദ്യം കൊണ്ടുവരാന്നുള്ളതാണ് ഒരു രീതി. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം എക്സ് സ്ക്വയറിനെ കൊണ്ടുവരണം. അപ്പൊ ആദ്യം നമ്മൾ എക്സ് സ്ക്വയറിനെ കൊണ്ടുവരാണ്. കൊണ്ടുവരുമ്പോ ചിഹ്നം കൂടി ഒപ്പം പോരും. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4.5x സമം എത്ര കിട്ടും? 5 കിട്ടും. റെഡി? എടാ അടുത്ത പരിപാടി ഒന്ന് പറഞ്ഞേ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ചിഹ്നം മൈനസ് ആണ്, അതും പ്രശ്നമാണ്. മൈനസിനെ തട്ടണം. എടാ മൈനസിനെ ഓരോടത്ത് മാത്രം തട്ടാൻ പറ്റില്ല, തട്ടുമ്പോ എല്ലാരെയും തട്ടണം. അങ്ങനെ ഒരു പക്ഷാഭേദം നമുക്ക് മാച്ചിലില്ല. ഒരു ചിഹ്നത്തുമ്പോ തൊട്ടാൽ എല്ലാ ചിഹ്നത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തൊടേണ്ടി വരും. അപ്പൊ ഈ മൈനസ് പ്ലസ് ആയി എക്സ് സ്ക്വയർ. അപ്പൊ ആ പ്ലസ് മൈനസ് 4.5x സമം അപ്പുറത്തും ബാധകമാണ്. അപ്പുറത്തെ പ്ലസ് 5 എന്തായി മാറി? -5 ആയി. സെറ്റാണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4.5x അപ്പുറത്ത് കിടക്കുന്ന +5 -5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +5 സമം 0 ഇനി നമുക്ക് ഇതൊരു രണ്ടാകൃതി സമവാക്യത്തിന്റെ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ax² പ്ലസ് bx പ്ലസ് c സമം 0 ആണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കാൻ പറ്റുന്ന എക്സിന്റെ വാല്യൂ കാണാൻ കൊടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്താ? -b ± √b² മൈനസ് 4ac/2a. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, കാരണം ഓൺലൈനിലും ഒക്കെ വൈറലായതാണ്. ചെറിയ 1ാം ക്ലാസ് കുട്ടികൾ വരെ ഇത് പാട്ട് പാടി നടക്കുന്നുണ്ട്. -b ± √b² മൈനസ് 4ac/2a. ആ ഇക്വേഷൻ കൊടുക്കണം. പക്ഷേ ഇതിനെ നമ്മൾ ഒന്നും കൂടി നന്നാക്കണം. എന്താ കാരണം? ഇവിടെ ഒരു 4.5 വെലങ്ങായിട്ട് കിടക്കുന്നുണ്ട്. ഈ 4.5 എങ്ങനെയെങ്കിലും ഒരു സാധാരണ സംഖ്യ ആക്കണം. എങ്ങനെയാണ് ഈ 4.5 ഒരു സാധാരണ സംഖ്യ? മൊത്തം 2 കൊണ്ട് ഗുണിക്കാം. മൊത്തം ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് ഗുണിക്കാണ്. 2 × x² മൈനസ് 4.5x പ്ലസ് 5 സമം 2 × 0. ഓരോടത്ത് ഗുണിച്ചാൽ അപ്പുറത്ത് ഗുണിക്കണം. പറഞ്ഞേ 2 × x². 2 × x² എന്താ? 2x² മൈനസ് 4.5 × 2 9x. ആകെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിച്ചത്. പ്ലസ് 2 × 5 10 സമം 2 × 0 എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഒരു രണ്ടാകൃതി സമവാക്യം കിട്ടി, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. എന്താണ്? 2x² മൈനസ് 9x പ്ലസ് 10 സമം 0. സെറ്റാണോ? എടാ എന്താ കാണേണ്ടത്? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് 2 പാർട്സ്. അതായത് എക്സിന്റെ വാല്യൂ കാണണം, 4 - x-ന്റെയും വാല്യൂ കാണണം. അതിന് നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു രണ്ടാകൃതി സമവാക്യമുണ്ട്. ഇതിന്റെ ബാക്കി നമ്മൾ അപ്പുറത്താ ചെയ്തത്. എന്താ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? 2x² മൈനസ് 9x പ്ലസ് 10 സമം 0. ക്ലിയർ അല്ലേ? ഇതിൽ എയും ബിയും സിയും എന്ന് പറഞ്ഞേ. എ എന്താ? a സമം 2, b സമം വിത്ത് ചിഹ്നം ചിഹ്നത്തോടു കൂടിയാണ് -9. c എത്രയാണ്? 10 ആണ്. എന്താ ഇക്വേഷൻ? x സമം -b ± √b² മൈനസ് 4ac/2a. സെറ്റ് അല്ലേ? x സമം പറഞ്ഞേ. x സമം -b. ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. b എത്രയാണ്? -9 ആണ്. ± √9² മൈനസ് 4 × a എത്രയാണ്? 2 ആണ്. c എത്രയാണ്? 10 ആണ്. √2 × 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡൗട്ട് ഇല്ലല്ലോ? ദിസ് ഈസ് ഈക്വൽ ടു x സമം ഈ 2 മൈനസ്. എടാ ഈ 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ എന്തായി തീരും? പ്ലസ് ആവും. 9 ± √9² 81 ആണ്. മൈനസ് 4 × 2 8 ആണ്. 8 × 10 എത്രയാണ്? 80 ആണ്. √2 × 2 എത്രയാണ്? എടാ 2 × 2 എത്രയാ? പറഞ്ഞേ. 2 × 2 എത്രയാണ്? 4. ഒറ്റടിക്ക് എഴുതി കൂടെ, പ്രശ്നമില്ലല്ലോ. ഇതിന്റെ ബാക്കി ഇതാ ഇപ്പുറത്തേക്ക് വരികയാണ്. x സമം 9 ± ഇതൊന്ന് പറഞ്ഞേ. 81 നിന്നും 80 കുറച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിന്റെ റൂട്ട് കാണണം. 81 നിന്നും 80 കുറച്ച ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 1. ആ 1ന്റെ റൂട്ട് എന്ത് തന്നെയാണ്? 1ന്റെ റൂട്ട് 1 തന്നെയാണ് /4.
അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് ചോയ്സ് ആണ് കിട്ടിയത്. എന്താ രണ്ട് ചോയ്സ്? മക്കള് പറഞ്ഞേ എന്താ രണ്ട് ചോയ്സ്? ഒന്നെങ്കിൽ എക്സ് സമം 9+1/4 അല്ലെങ്കിലോ എക്സ് സമം 9-1/4. കാരണം ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പൊ ആദ്യം ഒരു പ്ലസ് പിന്നെ ഒരു മൈനസ്. ബാക്കി വാല്യൂ കണ്ടേ. ദിസ് ഈസ് ഈക്വൽ ടു 9+1 എത്രയാണ്? 10. 10/4 എത്രയാണ്? 10ൽ എത്ര 4 ഉണ്ട്? 10നെ 4 തുല്യ ഭാഗങ്ങളാക്കിയാൽ 2.5 സെന്റിമീറ്റർ. സെറ്റാണോ? അടുത്തത് 9-1 എത്രയാണ്? 8. 8/4 എത്രയാണ്? 2 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ എക്സിന് ഇപ്പഴത്താണ് ചിത്രം. എക്സിന്റെ വാല്യൂ രണ്ടെണ്ണ കിട്ടിയത്. ഒന്ന് 2.5 ഒന്ന് 2 സെന്റിമീറ്ററാണ്. അപ്പൊ എക്സിന് ഞാൻ 2.5 കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 2. എക്സിന് ഞാൻ 2 കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 2.5. അപ്പൊ ഈ കാണുന്ന ഞാനിന്റെ ഈ കാണുന്ന കോഡിന്റെ രണ്ട് പാർട്ടിന്റെയും ലെങ്ത് എത്രയാണ്? ഒന്ന് 2.5 ആണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 2. ഒന്നാമത്തത് 2 ആണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 2.5. ഉത്തരം കിട്ടി. സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഗ്രേഡ് കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു A+ലേക്കൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി സിമ്പിൾ. സെറ്റാണോ? എങ്കിൽ അവസാനമായി ഒരു ചോദ്യം. ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? റേഡിയസ് ഓഫ് ദി സർക്കിൾ ആ കാണേണ്ടത്. അതിന് നമുക്ക് ഇതൊരു സെന്റർ ആണ്, സർക്കിളിന്റെ സെന്റർ ആണ്. ഇത് ടാൻജന്റ് ആണ്, തൊടുവരയാണ്. തൊടുവര വന്നാലുള്ള ഇക്വേഷൻ പറഞ്ഞേ px × py സമം pt സ്ക്വയർ. px × py സമം എന്താണ്? pt സ്ക്വയർ. എടാ മക്കളൊന്ന് നോക്കിക്കേ. എന്താ px × py? px × py എന്താ? കഷ്ണം ഇൻറ്റു കഷ്ണമാണ്. അപ്പൊ ഇവിടെ കഷ്ണം ഇൻറ്റു കഷ്ണം എന്ന് പറഞ്ഞാൽ കഷ്ണം ഇൻറ്റു കഷ്ണം കേട്ടോ, ക്ഷമിക്കണം, തെറ്റി. ഇവിടെ പോയിന്റ് പുറത്താണ്. ഫുൾ ഇൻറ്റു കഷ്ണമാണ്. എടാ ഇവിടെ ഫുൾ ഇൻറ്റു കഷ്ണം. ഫുൾ എന്താ? 8 ആണ്. ഇൻറ്റു കഷ്ണം എത്രയാണ്? PB ആണ്. സമം PT. PT എന്ന് പറഞ്ഞാൽ ഇവിടെ PQ ആണ് അല്ലെ? PT എന്ന് പറഞ്ഞാൽ ഇവിടെ T ആണോ? അല്ല, PQ ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ന്റെ സ്ക്വയർ. നമുക്ക് PB സമം, ശ്രദ്ധിച്ചോ, PB സമം 4ന്റെ സ്ക്വയർ 16 ആണ്. ഇൻറ്റു 8 അപ്പുറത്തേക്ക് പോയാൽ /8 ആയി. അപ്പൊ PB സമം എത്ര കിട്ടി? 2 സെന്റിമീറ്റർ കിട്ടി. കിട്ടിയത് PB ആ, കാണേണ്ടത് റേഡിയസ് ആണ്. അത് മറക്കരുത്. കിട്ടിയത് PB ആണ്, കാണേണ്ടത് റേഡിയസ് ആണ്. ഏതായാലും കിട്ടിയത് ഇവിടെ കൊടുക്കുക, 2 സെന്റിമീറ്റർ. ഇനി ചിത്രം ഒന്ന് നോക്കി. ഇത് ടോട്ടൽ എത്ര സെന്റിമീറ്ററാ? 8. ഈ ഒരു കഷ്ണം എത്ര പോയി? 2. 8ൽ നിന്നും 2 പോയാൽ ഈ കാണുന്ന ഭാഗം എത്രയായിരിക്കും? AB എത്രയായിരിക്കും? ഈ കാണുന്ന AB എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. എങ്ങനെ? ഇത് മൊത്തം 8 ആണ്. ഈ പീസ് 2 പോയാൽ ബാക്കി ഈ കാണുന്നത് എന്താണ്? 6. എടാ ഈ കാണുന്ന AB ഡയമീറ്റർ അല്ലേ, വ്യാസമല്ലേ? അങ്ങനെയെങ്കിൽ ആരം, റേഡിയസ് എത്രയായിരിക്കും? 6ന്റെ പകുതി. റേഡിയസ് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ. ഇത് അവസാനം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 4 മേജർ കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യനുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ മക്കൾ ഈ ചാപ്റ്റർ സെറ്റ് ആയിട്ട് പഠിച്ചു പോകണം. 2 ചിത്രം വരക്കാനുണ്ട്. 2 ചിത്രം. ഒന്ന്, ഒരു ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം. ഒരു റെക്ടാങ്കിളിന്റെ സെയിം ഏരിയയിലുള്ള മറ്റൊരു റെക്ടാങ്കിൾ. അല്ലെങ്കിലോ ഒരു ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള ഒരു സമചതുരം. ഒരു റെക്ടാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എങ്ങനെ വയ്ക്കും? √6ൽ ഒരു ലൈൻ വരയ്ക്കാം. ഞങ്ങൾ സ്ക്വയർ മാത്രമേ വരക്കാൻ പഠിച്ചിട്ടുള്ളൂ, ലൈന് വരക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയരുത്. എടാ സ്ക്വയർ വരക്കുമ്പോൾ എന്തായാലും ഒരു ലൈൻ ഉണ്ടാവില്ലേ? ആ ലൈനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റയറായിട്ട് ഇങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സമഭുജ ത്രികോണം വരയ്ക്കുക, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എടാ ഒരു സൈഡ് കിട്ടിയാൽ സ്ക്വയർ വരയ്ക്കുന്ന അതേപോലെ നമുക്ക് എന്ത് വരക്കാനും പറ്റണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിളും വരക്കാൻ പറ്റണം. അപ്പൊ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരു കാരണവശാലും ഇതിന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്തരുത്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒരു മിനിമം ലോജിക്ക് വെച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്രിസ്മസ് പരീക്ഷയ്ക്ക്
കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എന്റെ മക്കൾ ഇത് സെറ്റായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. റെഡിയല്ലേ? ഈ നമ്മുടെ ചാനൽ ലുമിക്സ് ലേണിംഗ്സ് എന്ന് പറയുന്ന ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. റെഡി? അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.